അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് കണ്ടൻറ്റ് ഇടുന്നില്ല. കാരണം വെച്ചാൽ സമയക്കുറവാണ്. ഒന്നാമത്തെ കാര്യം ലൈവും കൂടെ വരുന്നതുകൊണ്ട്, അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവിടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പും കാര്യങ്ങളൊക്കെ, അപ്പം സമയം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിനിടയിൽ കണ്ടൻറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ്. കാരണം വെച്ചാൽ യൂട്യൂബിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ റീച്ച് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ചിലരൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് സാഹസം കാണിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആവാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ റീച്ച് കിട്ടാനായിട്ടുള്ള ഒരുപാട് മോശമായിട്ടുള്ള മോശം കാര്യങ്ങൾ പറയുകയും മോശമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം റീച്ച് കിട്ടാനായിട്ടാണ്. അതായത് റീച്ച് കിട്ടുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അറിയാൻ എല്ലാവർക്കും കൂടുതൽ ആൾക്കാരുടെ മനസ്സുകളിലേക്ക് എത്തിപ്പെടാനും അവർക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു പേരെടുക്കാനും വേണ്ടി മാത്രമാണ്, അല്ലേ? അപ്പം അങ്ങനെ ഒരുപാട് റീച്ച് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിനിമം എല്ലാവർക്കും അറിയാം, എൻ്റെ കണ്ടൻറ്റുകൾ കണ്ടാൽ അറിയാം, ഞാൻ ഒരുപാട് റീച്ചിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. കാരണം ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടൻറ്റ്. അതായത് എനിക്ക് പറ്റുന്ന പോലെയുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ പറയാൻ വന്നതിൻ്റെ കാര്യം സെലിബ്രിറ്റി ആവാനായിട്ട് നോക്കുന്ന ചില ആളുകളെ കുറിച്ചാണ്. അതായത് ഒന്നാമത് നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ ആൾക്കാരിലേക്ക് ഇടം പിടിച്ചു പറ്റിയ ഒരാളാണ് നമ്മുടെ ചാനലുകാർ പറയുന്ന MM എന്ന് പറയുന്ന നമ്മുടെ മീനാമ്മ. ഇസ്ലാമിലെ വസ്ത്രധാരണം, വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ്. വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു സമുദായത്തിനെ കുറിച്ചും, അതായത് ഓരോ മതത്തെ കാര്യങ്ങളെക്കുറിച്ചും മതത്തിൻ്റെതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളിക്കാരിക്ക് അറിയാൻ തോന്നുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി രണ്ട് ഇപ്പുറത്ത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടിയാണോ, എന്താണ് പുള്ളിക്കാരിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നത്. കാരണം പുള്ളിക്കാരി പറയുന്നുണ്ട് നഗ്നത മറയ്ക്കാനാണ്. അത് ഞാൻ കാണിച്ചു തരാം. അത് ആ വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം നഗ്നത മറയ്ക്കാനാണെന്ന് പുള്ളിക്കാരി, അതായത് നഗ്നത മറയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഇപ്പുറത്ത് ചെയ്തിരിക്കുന്ന വസ്ത്രധാരണ രീതിയും കൂടെ കാണിച്ചു തരാം. നഗ്നത മറയ്ക്കാനാണോ പുള്ളിക്കാരി വസ്ത്രം ഇട്ടേക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതായത് നമ്മുടെ കേരളത്തിനെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഇവിടെ നോക്കൂ എന്താണ് ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത് നോക്കൂ. സാരിയൊക്കെ നല്ല രീതിയിൽ ഉടുത്തിട്ടുണ്ട്, നല്ല രീതിയിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. നോക്കൂ, ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ? അപ്പം ആ പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത് നോക്കിക്കൂ. നല്ല രീതിയിലാണ് വസ്ത്രം ധരിച്ചത്, സാരിയൊക്കെ എത്ര മാന്യമായിട്ട് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരി തെറ്റ് പറയാൻ പറ്റത്തില്ല, പുള്ളി പറഞ്ഞ പോലെയാണ് ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരു റീച്ചിൻ്റെ ഭാഗമാണെന്ന് കൂട്ടിക്കും, അല്ലേ? അപ്പോൾ അത് പറഞ്ഞെന്താണ് പ്രവർത്തിച്ചത് എന്താണ്. അതുപോലെ തന്നെ പുള്ളിക്കാരി ഫ്ലാറ്റിലുണ്ടായ ഒരു അനുഭവം, അവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു കൂട്ടരെ ഒരു സ്ത്രീയെ ഉന്തുവോ തള്ളുവോ ഒക്കെ ചെയ്ത് അതിൻ്റെ പുറത്തൊരു കേസും കാര്യങ്ങളും ഒക്കെ ആണ്. പുള്ളി തന്നെ കൊണ്ട് കേസ് കൊടുത്തു. പക്ഷേ ഇപ്പുറത്ത് നിന്ന് ആൾക്കാർ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആൾക്കാർ വീഡിയോ എടുത്ത് പുള്ളിക്കാരി അറിഞ്ഞില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ തള്ളിയത് ഇദ്ദേഹമാണ്. അത് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടു നോക്കൂ. ഞാൻ അവളെ അത് വേണ്ട പൂട്ടുന്നതേ ഇവിടുത്തെ ഒരു ബിൽഡിങ്, ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഓണർ തന്നെ കേട്ടോ. അവളുടെ തോന്നിവാസം അടിച്ചിട്ടുണ്ട് ചെപ്പുകുരിയാണ് കേട്ടോ. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാലോ. എന്നാ ഡാൻസ് കളിക്കണം. ആ പിടിക്കല്ലേ, ആ പിടി ഓടിയുണ്ട്. ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. ഡാൻസ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിൻ്റെ ഭാഗമാണെന്ന് നോക്കിക്കോ.
ശരിക്കും പറഞ്ഞാൽ വാദി ഇവിടെ പ്രതിയാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ, കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് വാദിയുടെ ഭാഗത്താ തെറ്റെന്ന് മനസ്സിലായപ്പോൾ പ്രതിസ്ഥാനത്ത് നിന്ന് ആൾക്കാർ വെറുതെ വിട്ടു. അതാണ് ഇവിടെ നടന്ന കാര്യം. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുമല്ലേ. ഇന്നത്തെ കാലത്ത് റീച്ച് കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ അതായത് മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എന്ത് സാഹസവും ചെയ്യും. അതാണിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ടൊരു കലാകാരൻ പറയുന്നുണ്ട്. ആ കലാകാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു കലാകാരൻ പറയുന്നു, സ്ത്രീകളുടെ അന്ന് ജീൻസ് ഒരു വിഷയമായിരുന്നു, ജീൻസ് ഒരു ചർച്ചാ വിഷയമായിരുന്നു ആ കാലത്ത്. അത് ഒരുവിധപ്പെട്ട അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൾ വളരെ മാന്യമായിട്ടാണ്, നല്ല ഡ്രസ്സാണ് ധരിക്കുന്നത്. ഒരു മോശമായിട്ടുള്ള ഒരു സ്ലീവ്ലെസ് പോലും ഇട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണ് പറയുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി, കാരണം ഇറുകിപ്പിടിച്ചതിന് ശരീരത്തിൻ്റെ വടിവ് എടുത്തു കാണിക്കുന്ന ഇറുകിപ്പിടിച്ച വസ്ത്രധാരണങ്ങൾ നടത്തിയാൽ ഏതൊരു പുരുഷനും ചുമ്മാതിരുന്ന മനുഷ്യനായാലും പീഡിപ്പിക്കുമെന്നാണ്. പീഡിപ്പിക്കാൻ തോന്നും. കാരണം വസ്ത്രധാരണമാണ് ഇവിടെ. വസ്ത്രം എന്ന് വെച്ചാൽ നമ്മൾ മാന്യയുടെ ഡ്രസ്സ് ധരിച്ചാൽ ആരും അവിടെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ആരായാലും നോക്കിപ്പോകും. അത് മറ്റുള്ളവരെ കാണുന്നവരെ, കാഴ്ചക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ വസ്ത്രധാരണ രീതിയാണ് ഈ പറയുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണം ധരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതല്ല, മറ്റുള്ളവർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ഇതാണ് നമ്മുടെ നല്ല മാന്യമായുള്ള വസ്ത്രധാരണം, വസ്ത്രം ദേഹം മറച്ച് നഗ്നത മറയ്ക്കാനാണെന്ന് പറഞ്ഞ് ഇപ്പുറത്ത് കാണിച്ച നല്ല വസ്ത്രധാരണ രീതി നമ്മൾ കണ്ടാണ്. ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനകത്തൊന്ന് സൂചിപ്പിക്കുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മീനു മുനീറിനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ അറിയുന്നത്. മറ്റേ എപ്പോഴോ കണ്ടു മറന്നു പോയൊരു വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി അതിലാണ് പുള്ളിയുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഒക്കെ. അപ്പം അത് ശരിയാണോ എന്ന് നമുക്കറിയത്തില്ല. കോടതി വിധി വന്നതിന് ശേഷം നമുക്കറിയില്ല. എല്ലാം തെളിയിക്കപ്പെട്ടെല്ലാം വന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്നവരെ നമുക്ക് ശരിക്കും പ്രതികളാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ഈ മിഴുമുനീർ ഇപ്പോൾ അറിയാലോ ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ കോടതിക്കൊരു നിയമമുണ്ട്. കാരണം ബ്ലറായിട്ട് കാണിക്കണം. അതാരാണോ കുറ്റം ആരോപിക്കുന്നത്, അതായത് ആരാണോ ഇതിനകത്തിൽ വാദിയായിട്ടുള്ള ആൾ, ആ ആളിൻ്റെ പ്രത്യേകിച്ച് സ്ത്രീ ആണെങ്കിൽ മുഖം കാണിക്കരുതെന്നൊരു നിയമമുണ്ട്. അപ്പോൾ ബ്ലറായിട്ട് കാണിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് ഡയറക്റ്റ് ഫേസ് കാണിച്ചിട്ടുള്ള ചർച്ച, ഡയറക്റ്റായിട്ട് മുഖം കാണിക്കുന്നത് പുള്ളിക്ക് ഒരു പേടിയോ പ്രശ്നങ്ങളൊന്നുമില്ല. കോടതി പറഞ്ഞിരിക്കുന്നു ബ്ലറായിട്ട് കാണിക്കുന്നു. പക്ഷേ പുള്ളിക്ക് അത് ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോയ രംഗം കൂടെ നമുക്ക് കാണാം. പരാതിക്കാരിയിലേക്ക് പോവുകയാണ്. എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്കത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. അതായത് ചാനൽ ചർച്ചയ്ക്കിടെ മുഖം ബ്ലറായിട്ട് കാണിച്ച് ഇങ്ങനെ കോടതി നിയമം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുഖം ശരിക്കും കാണിക്കാത്തത് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ ഫേസ് കറക്റ്റാക്കി കാണിക്കണം. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കറക്റ്റായിട്ട് ഫേസ് കാണിക്കാൻ ഞാൻ പുള്ളി ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് ഇവിടെ. അപ്പോൾ അവരെങ്ങനെയാണോ, അവരുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണോ അവരുടെയൊക്കെ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ചിലപ്പോൾ ഇതിനൊക്കെ തന്നെയാണോ ചിലപ്പോൾ അങ്ങ് തോന്നിപ്പോകും. കാരണം ഈ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് എന്ത് വേണേലും കാണിച്ച് കൂട്ടാവുന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ചില സ്ത്രീകളെന്നേ ഞാൻ പറയുള്ളൂ. എല്ലാവരും പറയില്ല. എത്രയോ ആൾക്കാർ മാന്യമായിട്ട് വസ്ത്രം ധാരണം ചെയ്ത് മാന്യമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ യൂട്യൂബ് തന്നെ നോക്കിയാൽ നിൽക്കറിയാം മാന്യമായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടോ. അല്ലാതെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാശുണ്ടാക്കാൻ നോക്കുന്ന സ്ത്രീകളുമുണ്ട്, യൂട്യൂബ് ചാനലുകളും ഉണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, റീച്ച് കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യാവുന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ മനുഷ്യ മനസ്സുകൾ. അതായത് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടാൻ, ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തി നല്ലൊരു സെലിബ്രിറ്റി ആകുക എന്നാണ് ചിലരുടെയൊക്കെ ഉദ്ദേശം. ചിലരുടെ ഉദ്ദേശം. അപ്പം നമുക്ക് വീണ്ടും കാണും വരെ ബായ്.